നമസ്കാരം. മലയാളി മറവി രോഗമുള്ളവരാണ്. സ്വർണം കട്ടതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ എല്ലാവരും മറന്നു. ശബരിമല വിഷയം ഇപ്പോൾ ഗൗരവതരമായ ഒരു വിഷയമേ അല്ല. വിഷയം ആക്കണം എന്നൊരു അഭിപ്രായക്കാരനുമല്ല ഞാൻ. തെരഞ്ഞെടുപ്പിന് വികസന പ്രശ്നങ്ങളും ജനാധിപത്യ പ്രശ്നങ്ങളും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ അവിടെ അഴിമതി ചർച്ച ചെയ്യപ്പെടണം, സ്വജനപക്ഷപാതം ചർച്ച ചെയ്യപ്പെടണം, ക്ഷേത്ര സ്വത്ത് അടിച്ചുകൊണ്ട് പോയത് ചർച്ച ചെയ്യപ്പെടണം, തീർച്ചയായും ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കൃത്യമായി ശബരിമല വിഷയം കോണർ ചെയ്യപ്പെട്ടുവോ? എല്ലാവരും കൂടി അവരവർ ഇപ്പോൾ രേവന്ത റെഡ്ഡി വന്നിട്ട് പോമേന ദിനേശ അല്ലെങ്കിൽ നീ പോടാ ബൈ ബൈ പിണറായി എന്നൊക്കെ പറയുന്ന അതിലേക്ക് മാറുന്നു. ഡാഷ് മോനെ ഞാൻ നിനക്ക് പിന്നെ തരാമടാ എന്ന് അച്ഛനെ വിളിക്കുന്നു, അമ്മയെ വിളിക്കുന്നു, തന്തയ്ക്ക് വിളിക്കുന്നു, തള്ളയ്ക്ക് വിളിക്കുന്നു. ഇങ്ങനെ വ്യക്തി അധിക്ഷേപത്തിലേക്കൊക്കെ പോകുന്നു. സുധാകരനെ ചെറ്റിയെന്ന് വിളിക്കുന്നു. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് ഇക്കിളിപ്പെടുത്തുന്ന മസാല വാർത്തകളും അശ്ലീല വാർത്തകളും ഒക്കെ എടുത്തിട്ട് മാധ്യമരംഗത്തെ മലീമസമാക്കുമ്പോൾ വളരെ കൃത്യമായി ഇഷ്യൂസിൽ നിന്ന് കോർ ഇഷ്യൂസ് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. ഇപ്പോൾ SIT ആർക്കും വേണ്ട, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വേണ്ട, ഓരോരുത്തരായി ജയിലിൽ നിന്ന് ഇറങ്ങുന്നു. ആരിറങ്ങി എന്നുള്ളതൊരു വിഷയമല്ല, ആര് കയറി എന്നുള്ളത് വിഷയമല്ല, അരവണ മോശം കൊടുത്ത വിഷയമല്ല, അരവണ വാങ്ങി തിന്നുകൊണ്ട് പോയി ഈ സഹാക്കളെ എന്ന് പറയുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യുന്നതിൽ വിഷയമില്ല, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന വിഷയമില്ല, BJPക്ക് വോട്ട് ചെയ്യുന്നതിൽ വിഷയമില്ല, ആർക്ക് വോട്ട് ചെയ്യുന്നതിലും വിഷയമില്ല. CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞു, അതെങ്ങും എത്തിയില്ല. ED വന്ന് 33 സ്ഥാപനങ്ങളിൽ ഒരേ ദിവസം ഇതാ കയറുന്നു, ഇപ്പൊ പിടിക്കുമെന്ന് പറഞ്ഞു, ഒന്നും പിടിച്ചില്ല. ED പണ്ടേ അങ്ങനെയാണ്, ബോംബ് വിടുമ്പോഴാണ്, റോക്കറ്റ് വിടുമ്പോഴാണ് ഷൂ എന്നൊരു ശബ്ദം മാത്രം കേൾക്കും, മുകളിലോട്ട് പോകുമ്പോൾ കാണൂല. അങ്ങനെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്താണ് ശബരിമലയിൽ സംഭവിച്ചത്? ശബരിമലയിൽ നടന്ന കൊള്ളയുടെ കണ്ട അടിച്ചുകൊണ്ട് പോയ തൊണ്ടി മുതൽ എവിടെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആരൊക്കെയാണ് ഇത് ചെയ്യിച്ചത്? കടകംപള്ളിയുടെ റോൾ എന്താണ്? വാസവന്റെ റോൾ എന്താണ്? മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും റോളുണ്ടോ? മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നോ ഈ വിഷയങ്ങൾ? റോളുണ്ടെന്ന് പറയുന്നില്ല, അറിയാമായിരുന്നോ? എന്നിട്ട് ഇത് തിരുത്താതെ പോയോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രശാന്തിന് ഇതിനകത്തുള്ള പങ്കെന്താണ്? കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. കുറ്റപത്രവും കൊടുക്കുന്നില്ലല്ലോ. മാർച്ച് മാസം അവസാനം കുറ്റപത്രം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്തേ കുറ്റപത്രം കൊടുക്കാതിരുന്നു? ഏപ്രിൽ 4 കഴിയാനിരിക്കുകയാണോ? എല്ലാം വളരെ രസകരമായ കോംപ്ലിമെന്റ് ആക്കും നമ്മൾ. കോംപ്രമൈസ് അല്ല, കോംപ്രമൈസ് കുറച്ചുകൂടെ നല്ല പദമാണ്. നമ്മൾ കോംപ്ലിമെന്റ് ആക്കും. ഇതാണ് കേരളത്തിൻ്റെ എത്ര വലിയ കേസായാലും ശരി, അത് പോളക്കുളം അച്ഛൻ്റെ കേസ് മുതൽ ഇങ്ങോട്ട് എടുത്താൽ, ശാരിയുടെ കേസ് എടുത്താലും, പിന്നെ കിളിരൂർ ശാരിയുടെ കേസ് എടുത്താലും, വിതുര കേസ് എടുത്താലും, അഭയ കേസ് എടുത്താലും, അതിന് നമ്മുടെ ഇടുക്കിയിലെ കേസ് എടുത്താലും, ഫ്രാങ്കോ മുളയ്ക്കൽ അച്ഛൻ്റെ കേസ് എടുത്താലും, ദിലീപിൻ്റെയും അതിജീവിതയുടെയും കേസെടുത്താലും, ആരുടെ കേസെടുത്താലും, സൂര്യനെല്ലി കേസെടുത്താലും, മധുവിനെ കൊന്ന കേസെടുത്താലും, എത്ര വലിയ കേസെടുത്താലും ഒരു ഘട്ടം കഴിയുമ്പോൾ ആ കേസ് തേഞ്ഞുമാഞ്ഞു പോകും. പിന്നെ ആരും ആ കേസിൻ്റെ പുറകെ പോകത്തില്ല. ചേകന്നൂർ മൗലിയെ കാണാതായ കേസ് ഇന്ന് വരെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ? എവിടെ കൊണ്ടുപോയാണ് അദ്ദേഹത്തെ കൊന്നത്? സുകുമാരക്കുറുപ്പ് എവിടെയാണ് പോയി മരിച്ചത്? മലയാളിക്കറിയില്ല, കേരളീയർക്കറിയില്ല. ഒരു തരം കേസുകൾ ഒരു ലെവൽ വിട്ടാൽ TP ചന്ദ്രശേഖരനെ കൊന്നതാരെന്നറിയാം, കൊല്ലിച്ചതാര്, KT ജയകൃഷ്ണനെ കൊല്ലിച്ചതാര്, ഓരോരുത്തരെ കൊലപാതകം. അഭിമന്യു SDP-ക്കാർ കൊന്നു. ഞാൻ പെറ്റ മോനെ മകനെ എന്ന് രാസാവ് കരഞ്ഞു വിളിച്ച ഒരു അമ്മയുടെ കരച്ചിൽ ഇപ്പോൾ ഇടുക്കി മലകളിലുണ്ട്. എവിടെ ആ കേസ്? എന്ത് നടപടി ഉണ്ടായി നമുക്ക്? ഇവിടെ ജാതി മത വർഗവർണ്ണങ്ങളുടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ശബരിമല അയ്യപ്പനൊന്നും ഇവിടെ ആർക്കും ഒരു വിഷയമല്ല. അത് ഭരണകക്ഷിക്കുമല്ല, പ്രതിപക്ഷത്തിനുമല്ല, BJPക്കുമല്ല, ഒരാളിനും വിഷയമല്ലാത്ത രീതിയിൽ ഇത്തരം സാമൂഹ്യ വിഷയങ്ങൾ, സാംസ്കാരിക വിഷയങ്ങൾ, പാരിസ്ഥിതിക വിഷയങ്ങൾ, ആത്മീയ വിഷയങ്ങൾ മാറുമ്പോൾ അയ്യപ്പൻ്റെ അവിടെ നടന്ന കൊള്ള, അത് കൊടിമരത്തിൻ്റെ കൊള്ളയെ, കൊടിമരം ശരിയായിരുന്നു, അതിൽ കൊള്ളയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു.
വാജീവാഹനത്തിൻ്റെ ആയാലും അത് അഷ്ടപാലകൻ്റെ ആയാലും ദിക്പാലകരുടേതായാലും അഷ്ടദിക്പാലകരുടേതായാലും ആരുടേതായാലും ദ്വാരപാലകരുടേതായാലും വാതിൽപ്പടിയായാലും കട്ടളപ്പടിയായാലും വാതിൽ പാളിയായാലും എല്ലാ സ്വർണവും അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് ഒരു തെളിവും കിട്ടാതെ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് പാർട്ട് മാത്രം കിട്ടുകയും ഒറിജിനൽ സാധനങ്ങൾ ആർക്ക് കൊടുത്തു, എവിടെ കൊടുത്തു, ഏത് രാജ്യത്ത് കൊടുത്തു, ഇന്ത്യ മഹാരാജ്യത്താണോ കൊടുത്തിരിക്കുന്നത്, ഇറ്റലിയിലും ജർമ്മനിയിലും കൊണ്ടുപോയാണോ കൊടുത്തിരിക്കുന്നത് എന്നൊന്നും യാതൊരു ധാരണയുമില്ലാതെ വല്ലാതെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു കേസായി ശബരിമല വിഷയം വളർന്നു. 5-6 പേരെ അറസ്റ്റ് ചെയ്തു. പത്മകുമാറിനെയും പിന്നെ അതുപോലെ തന്നെ ഒരു 4-5 പേരെ വാസുവിനെയും അടക്കമുള്ള ഉണ്ണികൃഷ്ണനെയും അവരെല്ലാം പലരും പുറത്തിറങ്ങുകയും ചെയ്തു. യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് ശബരിമല വിഷയം. ഇനി ഒരു കുറ്റപത്രം കൊടുക്കുമായിരിക്കും. അതിലൂടെ ആ ഒരു കേസ് കൂടി കേരളത്തിൽ ഇതാ തേഞ്ഞു മാഞ്ഞു പോകുന്നു. 1950 ശബരിമല തീപിടുത്തവും ഇതുപോലായിരുന്നു. അത് കുറച്ച് ബഹളമെല്ലാം ഉണ്ടായി. അന്ന് 57 അധികാരത്തിൽ വരെ വന്നു EMSന്റെ മന്ത്രിസഭ. ഇപ്പോൾ ഇതാ കുറ്റവാളികളെ കണ്ടുപിടിക്കും, ശിക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ ഹിന്ദുക്കൾക്ക് വാക്ക് കൊടുത്തുകൊണ്ട് അധികാരത്തിൽ വരെ വന്നു. ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, വന്ന റിപ്പോർട്ടുകൾ ചവറ്റുകുട്ടയെ കിടക്കുന്നു. അതുപോലെ മറ്റൊരു ആർക്കൈവ് റിപ്പോർട്ടായി, മറ്റൊരു ചവറ്റുകുട്ട റിപ്പോർട്ടായി, മറ്റൊരു പിന്നെ അലമാര റിപ്പോർട്ടായി, ഒരു ലൈബ്രറി റിപ്പോർട്ടായി, ഹൈക്കോടതിയുടെ കേസുമായി വീണ്ടും അധപ്പതിക്കുവാനായി തീരുവാനായി വിധിക്കപ്പെട്ട ഒരു ജനതയായി നമ്മൾ മാറുന്നു. ശബരിമല അയ്യപ്പൻ തന്നെ രക്ഷിക്കട്ടെ. സ്വാമിയെ ശരണമയ്യപ്പ.